സ്റ്റോറി ടെല്ലർ ഫിനിക്സ് ഗേൾ ഭാഗം 35 തുടരുന്നു. ദിനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങളുടെ റിസൾട്ടും വന്നു. MBBS. ഞങ്ങൾ എല്ലാവരും പാസ്സായി. അതിന്റെ ആഘോഷിക്കാൻ എന്ന പോലെ ഞങ്ങൾ മൂവരും ഒത്തുകൂടി ആ മരച്ചോട്ടിൽ തന്നെ. നിമിഷങ്ങൾ കഴിഞ്ഞതും കേദാർ അവരുടെ സംസാരത്തിന് തുടക്കം കുറിച്ചു. ഇനി എന്താ നിങ്ങളുടെ പ്ലാൻ? എനിക്ക് ട്രെയിനിങ് കഴിഞ്ഞ് ഗൈനക്കോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്യണം, അതാണ് ആഗ്രഹം. നീയും മറുപടി നൽകി. എന്തു പറ്റി അത് തന്നെ തിരഞ്ഞെടുക്കാൻ? റീസൺ നമ്മളിലൂടെ പുതുജീവൻ ഭൂമിയിലോട്ട് വരാൻ, അല്ലെങ്കിൽ അവരെ ഭൂമിയിലോട്ട് വരാൻ സഹായിക്കുക. അത് വലിയ കാര്യമല്ലേ? മിയയുടെ വാക്കുകളിലെ ആത്മാർത്ഥ അറിഞ്ഞതുപോലെ അവർ ഇരുവരും പുഞ്ചിരിച്ചു. അല്ല, നിന്റെയോ? കൃഷിനോട് കേദാർ ചോദിച്ചു. ആദ്യം എന്റെ ട്രെയിനിങ് കഴിയട്ടെ. പൊട്ടിച്ചിരിയോടെ അവനും മറുപടി നൽകി. അല്ല, താനോ? നീ പറഞ്ഞതുപോലെ ട്രെയിനിങ് കഴിയട്ടെ, അത് കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ത് കാര്യങ്ങൾ? പറയാം. അപ്പോഴേക്കും കൃഷി മിയെ കണ്ണു കാണിച്ചു, അവനോട് അവളുടെ പ്രണയത്തിന്റെ കാര്യം തുറന്നു പറയാൻ. എന്നാൽ അതേ നിമിഷം തന്നെ അവനൊരു കോൾ വന്നു. അവൻ പെട്ടെന്ന് അവർക്കരികിൽ നിന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ആ ദിവസം കടന്നുപോയി. ട്രെയിനിങ് പീരീഡിൽ അവർ 3 പേർക്കും ഒരുമിച്ച് തന്നെ കിട്ടി എന്നത് തന്നെ വലിയ കാര്യമായിരുന്നു. വർക്കിൽ അവർ മാക്സിമം നൽകുന്നുണ്ടായിരുന്നു. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. അവർക്കുള്ളിൽ കേദാറിന് മാത്രം എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് അവർ അതിനെപ്പറ്റി സംശയം പറഞ്ഞിരുന്നു. എങ്കിലും ആരും അത് വലിയ കാര്യമായി എടുത്തില്ല. ഇതേ സമയം കേദാറും വിക്രമും ആരുടെയും ശ്രദ്ധയെത്താത്ത ഒരു ബംഗ്ലാവിൽ. ക്രിഷ്, നമ്മൾ ശ്രമിച്ചതുപോലെ എല്ലാം നമ്മുടെ കയ്യിലെത്തി. ഇനി ഇത് നിയമത്തിന് മുന്നിൽ എത്തിക്കണം. വേണം. അവരെ ഇല്ലാതെയാക്കാൻ ഇത് തന്നെ ധാരാളമാണ്. ക്രിഷ് തന്റെ കയ്യിലിരിക്കുന്ന ഫയലുകളിലേക്കും പെൻ ഡ്രൈവിലേക്കും നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇനി എന്താ നിന്റെ പ്ലാൻ? എല്ലാത്തിനെയും നശിപ്പിക്കണം വിക്രം. എന്റെ ചേച്ചിയെ പോലെ എത്ര പേര് ഇങ്ങനെയുള്ളവരെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എന്റെ ജീവൻ അവർ എടുക്കും. അതെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് നീ ആരുടെ മുന്നിലും വരരുത്. കേദാർ മുന്നറിയിപ്പ് നൽകി. ബട്ട് അങ്ങനല്ലല്ലോ നമ്മൾ. എല്ലാം ഒരുമിച്ച് ചെയ്യണമെന്ന് ഉറപ്പിച്ചതല്ലേ? ശരിയാണ് വിക്രം. പക്ഷേ ഇന്ന് എന്റെ ജീവനേക്കാൾ വലുതാണിത്. ഒരു പക്ഷേ എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ നീ വേണം ഇത് പുറലോകം അറിയിക്കാൻ. വിക്രം അവന്റെ വാക്കുകൾ കേട്ട് മിണ്ടാതെ നിൽക്കുക മാത്രമാണ് അപ്പോൾ ചെയ്തത്. കാരണം താൻ എന്തു പറഞ്ഞാലും അവനത് കേൾക്കില്ല എന്ന് ഉറപ്പ് അവനുണ്ടായിരുന്നു. വിക്രം നോക്കി നിൽക്കെ കേദാർ പോകാനിറങ്ങി. നീ എവിടേക്കാ? എല്ലാം തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പേടിക്കണ്ട, ഞാൻ സേഫ് ആയിരിക്കും. നീ സേഫ് ആയിട്ടിരിക്കാൻ നോക്കണം, ഓക്കെ? കേദാർ അവന്റെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് വിക്രമിനെ ഒന്ന് ഹഗ് ചെയ്ത് പുറത്തേക്ക് പോയി. വിക്രം നോക്കി നിൽക്കെ കേദാർ തന്റെ ബൈക്കുമായി ഇരുളിൽ മറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മേയും കൃഷും നോക്കുമ്പോൾ പുഞ്ചിരിയോടെ തന്റെ ജോലി ചെയ്യുന്ന കേദാറിനെ അവർ അത്ഭുതത്തോടെ നോക്കി. അവർ നോക്കുന്നത് കണ്ട കേദാർ പുഞ്ചിരിയോടെ അവർക്കരികിൽ വന്നിട്ട് പറഞ്ഞു, ഇന്ന് നമുക്കൊന്ന് കൂടിയാലോ? അങ്ങനെ അവൻ പറഞ്ഞതനുസരിച്ച് അവരെല്ലാവരും അവരുടെ വീട്ടിൽ തന്നെ ഒത്തുകൂടി. എന്തു പറ്റി ഇന്ന് ഇങ്ങനെ? കൃഷ് അവന്റെ കയ്യിലിരിക്കുന്ന ബിയർ കുപ്പി കുടിച്ചതിനുള്ളിൽ പറഞ്ഞു. ഒന്നുമില്ല. നിങ്ങൾക്കൊപ്പം ഇങ്ങനെ കുറച്ചു നേരം. ഒരു പക്ഷേ ഇനി പറ്റിയില്ലെങ്കിലോ? എന്തു പറ്റി? എന്താ ഇങ്ങനെയൊക്കെ? ഫുഡുമായി അവരുടെ മുന്നിൽ വന്ന മിയ ഞെട്ടലോടെ ചോദിച്ചു. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യം പറയാനുണ്ട്. ആരെയും എനിക്ക് വിശ്വാസമില്ല. നീ എന്തൊക്കെയാ പറയുന്നത്? കണ്ടില്ലേ മിയ, അവൾ പേടിച്ചു നിൽക്കുന്നത്. കൃഷ് അവനെ ചേർത്ത് പിടിച്ച് മിയയെ ചൂണ്ടിക്കാണിച്ചു. അതുകൊണ്ട് കേദാർ പുഞ്ചിരിയോടെ അവനിൽ നിന്ന് മാറി അവളെ ചേർത്ത് പിടിച്ച് നിന്നു. അവൻ തന്നെ ചേർത്ത് പിടിക്കുമ്പോൾ മിയയിൽ വല്ലാത്തൊരു പരവേശമുണ്ടായിരുന്നു. അവൾ അവനെ തന്നെ നോക്കി നിന്ന്. മോളെ, നിന്നെ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ? അവന്റെ വാക്കുകളിൽ അവളൊന്ന് പൂത്തുലഞ്ഞു. നാണത്തിൽ കുതിർന്ന മിഴിയോടെ
അവൾ അവനെ നോക്കി. കൃഷു ഏതാണ്ട് അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു. അവളുടെ ഇഷ്ടം നടക്കുന്നതിന്റെ സന്തോഷം. കൃഷ്, എനിക്ക് നിന്നോടുള്ള ഏറ്റവും വലിയ അസൂയ അത് ഇവളാണ്. അതെന്താടാ? കൃഷും ചോദിച്ചു. ഇവളെ പോലെ ഒരു സുഹൃത്തിനെ നിനക്ക് കിട്ടിയില്ലേ? വേണേ നീ എടുത്തോടാ, അവൾ റെഡിയാ അല്ലേ? കൃഷ് മിയെ നോക്കി കുറുമ്പോടെ പറഞ്ഞു. വേണം. എനിക്ക് ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു ഒരു അനിയത്തിക്കുട്ടി. അത് ഞാൻ നിന്നിൽ കാണുന്നുണ്ട്. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് നിന്നെ. ആദ്യമായി കണ്ടപ്പോൾ എനിക്കുള്ളിൽ തോന്നിയതാണ്. നിന്റെ വാക്കുകൾ പക്ഷെ നീയെ ഞെട്ടിപ്പോയി. തളർച്ചയോടെ അവൾ കൃഷിനെ നോക്കി. അവന്റെ മുഖത്തും അത് തന്നെയായിരുന്നു ഭാവവും. സന്തോഷത്തോടെ നിന്ന അവരുടെ മുഖം നിമിഷ നേരം കൊണ്ട് മാറി മറിഞ്ഞു. തുടരുന്നു.